ഡൗട്ട്സ് ഉണ്ടോ നിങ്ങൾക്ക്? Yes, sir. ഉണ്ടോ? എന്നാൽ നമുക്കത് ആദ്യം ഡിസ്കസ് ചെയ്യാം, എന്നിട്ട് നമ്മുടെ ടോപ്പിക്കിലോട്ട് പോകും. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒരു മിനിറ്റ്. നിങ്ങൾക്ക് അതിൻ്റെ ആ ക്വസ്റ്റ്യൻ പേപ്പർ വേണോ അല്ലേ, PDF ആയിട്ട്? തരാം. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ക്വസ്റ്റ്യൻസ് അല്ലായിരുന്നോ? നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അത് എല്ലാ ടൈപ്പും ഇൻക്ലൂഡ് ചെയ്തിട്ട് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. ശിവനന്ദ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? അവിടെ ക്ലാസ്സിലുണ്ടോ ഇപ്പൊ ശിവനന്ദ? അഭിമന്യു എസ് ആൻഡ് അനന്തു വി എസ്, ഈ 3 പേരും ക്ലാസ്സിലുണ്ടോ? ഉണ്ടോ? ഓക്കെ, പോട്ടെ. ഏത് ക്വസ്റ്റ്യനാ പറയേണ്ടത്? നമ്പർ 1 ഓക്കെ അല്ലേ? ദ പോയിന്റ് ഓൺ എക്സ് ആക്സിസ്. നമ്മള് ക്ലാസ്സിൽ ചെയ്ത ടൈപ്പാണ്. ഇഫ് ദ പോയിന്റ് മനസ്സിലാവുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അല്ലേ? എന്നാലും സംശയം ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോകുന്നത് നല്ലതാ. The point P62 divides the line segment A65 and 4y in the ratio 3:1. Then the value of y. അത് ചെയ്യാൻ പറ്റുമോ? പറയടേ. Yes, sir. Question number 3. Coordinates of the point which is reflection point of -3, 5 in x-axis are. x-axisന്റെ റിഫ്ലക്ഷനും y-ആക്സിസിന്റെ റിഫ്ലക്ഷനും വ്യത്യസ്തങ്ങളായിരിക്കും, അറിയാലോ. x-ആക്സിസിന്റെ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ വരിക? റിഫ്ലക്ഷൻ പോയിന്റ് ഓഫ് x-ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ xy കോർഡിനേറ്റ് ഇതാണല്ലോ. എങ്ങനെ വരിക? x-ആക്സിസിന്റെ റിഫ്ലക്ഷൻ എന്ന് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മളിവിടെ ഒരു പോയിന്റ് എടുത്തു, x-ആക്സിസ് അതിന്റെ റിഫ്ലക്ഷൻ ഓർ ലൈൻ ഓഫ് സിമെട്രി ആവുകയാണെങ്കിൽ അതിൻ്റെ റിഫ്ലക്ഷൻ പോയിന്റ് എന്ന് പറഞ്ഞ് ഇത് അതേ ഡിസ്റ്റൻസ് എങ്ങോട്ടേക്ക് വരും? താഴേക്ക് വരും. എബോ ആൻഡ് ബിലോ ആണ് വരുന്നത്. അത് ഓർമ്മിച്ചാൽ മതി, മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ ഈ കോർഡിനേറ്റ് മാറത്തില്ല. എക്സ് കോർഡിനേറ്റ് എന്താ വെച്ചാലും അത് അതുപോലെ തന്നെ നിൽക്കും. -3, 5 ആണ് നമ്മൾ ഇതിൻ്റെ റിഫ്ലക്ഷൻ പോയിന്റ് അന്വേഷിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ റിഫ്ലക്ഷൻ ഇവിടെ നിന്ന് ഇതേ ഡിസ്റ്റൻസ്, ഇവിടെ എത്ര ഡിസ്റ്റൻസ് ആണോ ഉള്ളത് അതേ ഡിസ്റ്റൻസ് ബിലോ ആയിരിക്കും മറ്റേ പോയിന്റ്. അപ്പോൾ ഇവിടെ എത്ര ആയിരിക്കും വരിക? ഇവിടെ എത്ര യൂണിറ്റാണ് ഉള്ളത്? 5 യൂണിറ്റ് എബോ അല്ലേ? അപ്പോൾ 5 യൂണിറ്റ് ബിലോ എന്ന് പറഞ്ഞാൽ ഇത് ഏത് പോയിന്റ് ആയിരിക്കും ഇവിടെ y കോർഡിനേറ്റ്? -5 ആയിരിക്കും. അപ്പോൾ the coordinate of this point will be -3, -5. ക്ലിയർ അല്ലേ? ഇതൊക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസിൽ ഒന്നാണ് കേട്ടോ. റിഫ്ലക്ഷൻ പോയിന്റ് ഒക്കെ ചോദിക്കാം. If the point PK0 divides the line segment joining the points A2, -2 and B, -74 in the ratio 1:2, find the value of K. ചെയ്തായിരുന്നോ? എങ്ങനെ കണ്ടുപിടിക്കുക? എന്താ യൂസ് ചെയ്യാം? ഇത് ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ഓഫ് സെക്ഷൻ ഫോർമുല അല്ലേ? വാട്ട് ഈസ് മിസ്സിംഗ് ഹിയർ? ഇവിടെ എന്താ? ഇത് എക്സ് കോർഡിനേറ്റ് അല്ലേ? അപ്പോൾ എന്താ? എക്സ് ഇസ് ഈക്വൽ ടു എന്താ വരിക? എക്സ് ഇസ് ഈക്വൽ ടു എന്താ ഉണ്ടേ? എന്താണ് സെക്ഷൻ ഫോർമുല? എന്താണ് എക്സ് ഇസ് ഈക്വൽ ടു? എന്താ? m1 x2 plus m2 x1 divided by m1 plus m2. m1 x2 plus m2 x1 divided by m1 plus m2. m1 and m2 are given, x1 and x2 are also given. ഇവിടെ ഇപ്പോൾ മിസ്സിംഗ് എന്ന് പറയുന്നത് k ആണ്. അപ്പോൾ k തന്നെയാണ്. k is equal to എന്ന് പറഞ്ഞു കൊടുത്താൽ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് പറയണം. ഞാനത് പറഞ്ഞു തന്നെയാണ് പോകുന്നത്. ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് -12, 5 ഫ്രം ദ ഒറിജിൻ. വാട്ട് ഡു യു മീൻ ബൈ ഒറിജിൻ? ഏതാണ് ഒറിജിൻ എന്ന് പറഞ്ഞാൽ? ഏതാ? 0, 0. ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് x and y ആക്സിസ് അല്ലേ?
0 0. ആ 0 0യിൽ നിന്നും നെഗറ്റീവ് 12 5 എത്ര ദൂരത്തിലാണ്? അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് എടുത്ത് നെഗറ്റീവ് 12 5. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു പോയിന്റ്സ് കണ്ടുപിടിച്ചൂടെ? നമ്മൾ 0 0യിൽ നിന്ന് എ ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചിരുന്നു. എന്തായിരുന്നു അത്? root of x square plus y square. വെരി ഗുഡ്. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അത് തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. Then the distance from the point 3 4 from x-axis is ഇവിടെ നോക്കിയേ, ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് 3 4 ഫ്രം x-axis എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഡിസ്റ്റൻസ് ഫ്രം x-axis ഡിനോട്ട് ചെയ്യുന്നത് ഏതാ? Y coordinate. y കോർഡിനേറ്റ് ആണ് അല്ലെ? y കോർഡിനേറ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം x-axis. അതിനെയാണ് നമ്മൾ ഓർഡിനേറ്റ് ഓർ y കോർഡിനേറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഡിസ്റ്റൻസ് ഫ്രം y-axis ഈസ് ആക്ച്വലി x കോർഡിനേറ്റ്. അത് നമ്മൾ വേണമെങ്കിൽ ഇനി അങ്ങനെയൊക്കെ മനസ്സിൽ നിർത്താൻ ബുദ്ധിമുട്ടുള്ളവർ വെറുതെ വരച്ച് നോക്കുക. വരച്ച് കഴിയുമ്പോൾ നമുക്ക് ആ പോയിന്റ് ഇപ്പം നിങ്ങൾ മാർക്ക് ചെയ്തു 3 4. സോ വാട്ട് യു മീൻ ബൈ 3 4? 3 4 മീൻസ് ദിസ് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം വാട്ട്? x-axis 3 അല്ലേ? അതല്ലേ 3 യൂണിറ്റ്സ് ആയിരിക്കും. സോറി y-axis ആയിരിക്കും. തന്നെ ഡിസ്റ്റൻസ് ഫ്രം x-axis ആണ് ഏത്? ഇവിടെ കിട്ടുന്ന ഈ വാല്യൂ അതേതാണ്? 4 യൂണിറ്റ്സ്. ഇനി നമ്മൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് നോക്കാം എന്താണ് ഡിസ്റ്റൻസ് ഫ്രം ദ പോയിന്റ് 3 4 ഫ്രം x-axis. അപ്പോൾ x-axis എന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. എത്ര? 4 യൂണിറ്റ്. അവിടുത്തെ അത് വരച്ച് ജസ്റ്റ് ഒന്ന് വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതേ ഉള്ളൂ. അതല്ല എങ്കിൽ നിങ്ങൾ ഈ ഡെഫിനിഷൻ ഓഫ് അബ്സിസ് ആൻഡ് ഓർഡിനേറ്റ് അറിയാമെന്നുള്ളവർക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും. If m by 3 5 is the midpoint of the line segment joining the points q 6 7 and r negative 2 3, then the value of m is what? എന്താണ് ഈ എ എന്ന് പറയുന്നത്? എന്താ? ഇറ്റ് ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ദ ലൈൻ ജോയിനിങ് q ആൻഡ് r അല്ലേ? ക്യൂവും ആറും ഇവിടെ ഉണ്ട്. അതിൻ്റെ ലൈൻ ജോയിനിങ് ക്യു ആറിൻ്റെ മിഡ് പോയിന്റ് ആണ് ഏത്? എ. എയുടെ കോർഡിനേറ്റ് m by 3 5 എന്ന് തന്നിട്ടുണ്ട്. ഇതെങ്ങനെയാ? x1 y1 x2 y2 ആണെങ്കിൽ വാട്ട് ഈസ് m by 3 and 5? What is m by 3? x1 plus x2 divided by 2. Very good. x1 plus x2 by 2 and y1 plus y2 by 2. And this part is given. ഇവിടെ ഇതാണ് അൺനോൺ. അവിടെ x1 y1 തന്നിട്ടുണ്ട്. -6 and -2. So -6 plus -2 divided by 2 which is equal to m by 3. Then you solve it. ചെയ്യാൻ പറ്റല്ലോ. അടുത്ത midpoint of the line segment AB is P0 and the coordinates of B are -2 3. Then the coordinates of A. ഇത് നേരത്തെ പോലെ തന്നെ ഇൻസ്റ്റെഡ് ഓഫ് അവിടെ നേരത്തെ പ്രീവിയസ് പ്രോബ്ലത്തിൽ എന്തായിരുന്നു? ദ മിഡ് പോയിന്റ് വാസ് മിസ്സിംഗ് അല്ലേ? വൺ ഓഫ് ദ കോർഡിനേറ്റ് ഇൻ ദ മിഡ് പോയിന്റ് വാസ് മിസ്സിംഗ്. ബട്ട് ഹിയർ ദ കോർഡിനേറ്റ്സ് ഓഫ് ദ എൻ പോയിന്റ്, വൺ ഓഫ് ദ എൻ പോയിന്റ് ഈസ് മിസ്സിംഗ്. അപ്പോൾ അത് കണ്ടുപിടിച്ചൂടെ നമ്മൾ ചെയ്തതല്ലേ? എന്താ ഇത്? ഇതെല്ലാം ചെയ്ത് പോവുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം മൊത്തം എടുക്കും. എ ബി എന്ന് പറയുന്നതിൽ എയുടെ കോർഡിനേറ്റ്സ് അറിയില്ല XY. ദെൻ ബിയുടെ കോർഡിനേറ്റ് ഇസ് -2 3 given. Then what is P? It is the midpoint of AB. It is 0 4. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കുക? വാട്ട് ഈസ് 0? ഇപ്പോൾ പറഞ്ഞല്ലേ ഉള്ളൂ. എങ്ങനെയാ 0 എങ്ങനെ കണ്ടുപിടിക്കുക? എങ്ങനെയാ റിലേഷൻ പറഞ്ഞേ? നിങ്ങൾ റെസ്പോണ്ട് ചെയ്യില്ലേ? അതെ ഞാൻ പെട്ടെന്ന് പറയേ. Zero is equal to x minus x plus -2 by 2 എന്ന് പറയുന്നതാണ് 0 അല്ലേ? ശരിയല്ലേ?
Yes, sir. That is x minus sir. 2 is equal to 0 into 2, or x minus 2 equal to 0, or x is equal to 2. X equal to 2. അടുത്തത് എന്താ? y plus 3 by 2 is equal to 4. So y plus 3 is equal to 8. Y is 8. equal to 8 minus 3 is equal to 5. y is equal to 8 minus 3, which is equal to 5. So x is 2 y 5. So the right answer is 2, 5. X divides the line segment joining A to -3 and B 5, 6 in the ratio. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പമാണ്. കാരണം എന്താ, നമ്മൾ ആ ഒരു ഡെറിവേഷൻ ഇടയ്ക്ക് കണ്ടെത്തിയ ഒരു സൂത്രവാക്യം ഉണ്ടല്ലോ. എന്താണ് M1/M2 റേഷ്യോ കണ്ടുപിടിക്കുന്ന സൂത്രവാക്യം? വാട്ട് ഇസ് ദാറ്റ്? AB എന്ന് പറയുന്ന ലൈനിനെ ഒരു പോയിന്റ് എക്സ് ആക്സിസ് ആ ഡിവൈഡ് ചെയ്ത് അല്ലേ? ഞാനിപ്പോൾ വരയ്ക്കുമ്പോൾ അത് y ആയിപ്പോൾ, സോറി. എക്സ് ആക്സിസ് ഇവിടെ ഉണ്ട്. ഈ എ ബി എന്ന് പറയുന്ന ലൈനിനെ ആര് ഡിവൈഡ് ചെയ്തു? എക്സ് ആക്സിസ് ഡിവൈഡ് ചെയ്തു. സോ വി നോ ദ പോയിന്റ് ആസ് x0. ഓക്കെ, ആൻഡ് എൻഡ് പോയിന്റ്സ് ഓഫ് ദിസ് കോർഡിനേറ്റ്സ് ഓഫ് എ ആൻഡ് ബി ആർ ഗിവൺ 2, -3 ആൻഡ് ബി എത്രത് 5, 6. നിങ്ങളുടെ അടുത്ത് ചോദിച്ചിരിക്കുന്ന ദ കോർഡിനേറ്റ് അറ്റ് വാട്ട് റേഷ്യോ ദിസ് എക്സ് ആക്സിസ് ഡിവൈഡ്സ് ദിസ് ലൈൻ സെഗ്മെന്റ് എ ബി. എന്താണ് ഫോർമുല? y minus y1 by y2 minus y. y minus y1 by y2 minus y. Why did you take y minus y1 by y2 minus y? Why can't you go for x minus x1 by x2 minus x to get m1 by m2? അത് x axis ഡിവൈഡ് ചെയ്തുകൊണ്ട് y കോർഡിനേറ്റ് 0 എന്നറിയാം. വെരി ഗുഡ്, വെരി ഗുഡ്. ഇവിടെ നോൺ വാല്യൂ ഈസ് ആക്ച്വലി ദ y കോർഡിനേറ്റ്. അപ്പോൾ അതുകൊണ്ടാണ് വി യൂസ്ഡ് ദിസ് വാട്ട് formula y minus y1 by y2 minus y instead of x minus x1 by x2, because x is unknown. അപ്പോൾ അതവിടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ അതൊരു എന്താ പറയുക, വീണ്ടും അതിനെ നമുക്ക് എക്സസീവ്, വീണ്ടും നമുക്ക് അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകാനേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വാട്ട് ഈസ് y? 0. 0 മൈനസ് y1 ഏതാണ് എടുക്കുക? ഏതെടുക്കണം? 0 മൈനസ് യു ടേക്ക് ദിസ് ആസ് y1. അപ്പോൾ എന്താ? മൈനസ് -3 ബൈ പറഞ്ഞു y2 മൈനസ് y. 6 മൈനസ് എന്ത് വരും? 0. എന്ത് വരും അപ്പോൾ? 3/6 is equal to 3/6 is equal to 1/2. 1:2. 1:2. Okay? Yes, sir. The point which divides the line segment joining the points 8, -9 and 2, 3 in the ratio 1:2 internally lies in. ഇത് എങ്ങനെയാണ് ചോദിക്കുക കേട്ടോ. ശരി, നമുക്ക് ഇന്റേണലി ആ പോയിന്റ് നമ്മൾ സെക്ഷൻ ഫോമിൽ വെച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും പെട്ടെന്ന്. പക്ഷെ കിട്ടിയ പോയിന്റ് ഏത് ക്വാഡ്രന്റിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുക? ഇത് എങ്ങനെ കണ്ടുപിടിക്കാം? കിട്ടിയ കോർഡിനേറ്റിന്റെ സൈൻ നോക്കിയിട്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ നമ്മൾ ആദ്യം കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുന്നത്. എന്താ ഫോർമുല? സെക്ഷൻ ഫോർമുല ഈസ് സെപ്പറേറ്റ് അല്ലേ? x is equal to m1x2 plus m2x1 divided by m1 plus m2. y is equal to m1y2 plus m2y1 divided by m1 plus m2 ഉപയോഗിച്ചിട്ട് x and y നമ്മൾ ഡിറ്റർമിൻ ചെയ്യും. അപ്പോൾ x ഉം y, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ യു ഗെറ്റ് xy as 2, 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോത്ത് x കോർഡിനേറ്റ് ആൻഡ് y കോർഡിനേറ്റ് ആർ പോസിറ്റീവ്. ഇനി അത് സംശയമുള്ളവർ എന്ത് ചെയ്യുക? ജസ്റ്റ് ഡ്രോ ദ ഫിഗർ, ഡ്രോ ദ കാർട്ടീഷ്യൻ പ്ലെയിൻ ആൻഡ് ചെക്ക്. ഇതൊക്കെ ചെറിയ ഒരു ഫിഗർ വരയ്ക്കാൻ എത്ര സമയം എടുക്കും? ഇത് നിങ്ങൾക്കറിയാം പോസിറ്റീവാണ്, ഇതും പോസിറ്റീവാണ്, ഇത് നെഗറ്റീവാണ്, ഇത് നെഗറ്റീവാണ്. അപ്പോൾ ഇവിടെ വരുന്ന കോർഡിനേറ്റ് ആണെങ്കിൽ രണ്ടും പോസിറ്റീവ് ആയിരിക്കും. സോ വി സേ ഇറ്റ് ഈസ് ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ്. ബട്ട് ഇവിടെ ആൻസർ ഫോർത്ത് ക്വാഡ്രന്റ് ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? എക്സ് കോർഡിനേറ്റ് പോസിറ്റീവും y കോർഡിനേറ്റ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും കിട്ടുക. മനസ്സിലായില്ലേ? അപ്പോൾ അത് നമുക്ക് നോക്കി പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഗുഡ്. അടുത്ത the center of the circle. The center of the circle is 3, 5 and endpoints of the diameter is 4, 7 and 2y. Then the value of y is
ഇത് നേരത്തെ ക്വസ്റ്റ്യൻ പോലെ ഉള്ളൂ. നമ്മൾ സെന്റർ ഓഫ് ദ സർക്കിൾ Center of the circle. 3, 5. And the diameter's endpoints are given. So we know the diameter is passing through the center of the circle. Right? It is the largest chord. മാത്രമല്ല ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. വെരി ഗുഡ്. അപ്പോൾ അതാണ് ഈ പോയിന്റ് എന്ന് പറയുന്നതിന് രണ്ട് പ്രത്യേകതകളുണ്ട്. ഒന്ന്, ഇറ്റ് ഈസ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ, സോ ദാറ്റ് ഈസ് ആക്ച്വലി ദ മിഡ് പോയിന്റ് ഓഫ് ദ ഡയമീറ്റർ ടു, ബിക്കോസ് ഡയമീറ്റർ ഈസ് ദ ലാർജസ്റ്റ് കോഡ് ഓഫ് എ സർക്കിൾ. അപ്പോൾ നമുക്ക് ഈ കോഡാണ് നമ്മൾ വരച്ചു. അതിൻ്റെ എൻഡ് പോയിന്റ്സ് ഓഫ് ദ കോഡ്സ് 4, 7 ആൻഡ് 2y. അങ്ങനെയാണെങ്കിൽ we know this is the midpoint of this line segment. So we know 4 plus 2 by 2 is 3, 7 plus 5 by 7. This is 2 plus 2y അല്ലേ? 7 plus 3 is equal to 4 plus 2 by 2. 5 is equal to 7 plus 5 by 2. 7 plus 5 by 2. അപ്പോൾ അതിൽ നിന്ന് y കിട്ടത്തല്ലേ? Yes, കിട്ടും. വെരി ഗുഡ്. നിങ്ങൾ എന്നെ കൊണ്ട് പരീക്ഷ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത് മൊത്തം ഞാൻ ആൻസർ ചെയ്യേണ്ടി വരുമോ? ഇല്ല സാർ, ഇത് കുഴപ്പമില്ല. അല്ല, ഏതാ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നില്ല. ഇപ്പം എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയി ഇന്ന് സമയം തന്നെ തീരുമെന്ന് എനിക്ക് സംശയം. പോട്ടെ, പറയട്ടെ. ആരും ഒന്നും മിണ്ടുന്നില്ല. ആകെ ലക്ഷ്മി പ്രിയയും അഭിചന്ദ്രയും മാത്രം പറയുന്നുണ്ട്. If the distance between A, B is 5 units, then the value of P. ഇത് നമ്മൾ എങ്ങനെ ചെയ്യാം? എന്താ ഉപയോഗിക്കുക ഇവിടെ? Distance is equal to x2 minus x1 the whole square. അതെ, AB is equal to root of x1 minus x2 the whole square അല്ലേ, പ്ലസ് y1 minus y2 the whole square. അപ്പോൾ AB സ്ക്വയർ കണ്ടുപിടിക്കുക അല്ലേ. AB സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാ? 5 സ്ക്വയർ. 5 സ്ക്വയർ ആയിരിക്കും. x1 y1 x2 y2 കൊടുക്കുക. യു ഗെറ്റ് ദ ആൻസർ. ഇറ്റ് ബിക്കം എ ക്വാഡ്രാറ്റിക്, ഐ തിങ്ക് അല്ലേ? yes sir, രണ്ട് പ്ലസ് ഓർ മൈനസ് കിട്ടും. സർ 20 സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. 20 സെക്കൻഡോ? ഓക്കെ. Select the midpoints of side BC of triangle ABC and with A -1 -4 and the midpoint of the sides through A. Okay. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? Midpoints of the sides. Midpoints of the side BC of triangle ABC with A -1 -4. അപ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ ABC ഉണ്ടെന്നുള്ളത് ഏതായാലും ഉറപ്പിക്കാം അല്ലേ? yes sir. ഒരു ട്രയാങ്കിൾ ABC is there. Okay. അതില് ABCയില് BCയില് എയുടെ കോർഡിനേറ്റ് ഈസ് ഗിവൺ അല്ലേ? -1 -4 is given. Then the midpoints of the sides through A. അപ്പൊ ത്രൂ എ എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് ഈ എയിലൂടെ പാസ് ചെയ്യപ്പെടുന്ന രണ്ട് സൈഡ്സാണ് ഇതിനുള്ളത് അല്ലേ? ഏതൊക്കെയത്? എ ബിയും എ സിയും അല്ലേ? ദ സൈഡ്സ് ത്രൂ എ എന്ന് പറയുന്നത് രണ്ടെണ്ണല്ലേ ഉള്ളൂ. ഏതൊക്കെയാ? എ ബി ആൻഡ് എ സി. ആൻഡ് ദ മിഡ് പോയിന്റ് ഓഫ് ദാറ്റ്, അപ്പൊ എ ബിയുടെയും എ സിയുടെയും മിഡ് പോയിന്റ് ആണ് തന്നിരിക്കുന്നത്. ഏത്? 2 -1 ആൻഡ് 0 -1 അല്ലേ? 0 ഇത് കൊള്ളാം കേട്ടോ, നല്ല ക്വസ്റ്റ്യൻ അത് അല്ലേ? ഇവിടെ ഇതിന്റെ മിഡ് പോയിന്റ് ആണ് തന്നിരിക്കുന്നത്. ഈ എയുടെ ഏതിൻ്റെയാ? എ ബിയുടെ മിഡ് പോയിന്റും എ സിയുടെ മിഡ് പോയിന്റും തന്നിട്ടുണ്ട്. ലെറ്റ് ഇറ്റ് ബി സം ഡി ആൻഡ് ഇ എന്ന് വെച്ചോ. അപ്പൊ ഡി ആൻഡ് ഇ ആർ ദ മിഡ് പോയിന്റ്സ് ഓഫ് ദ സൈഡ്സ് എ ബി ആൻഡ് എ സി. What they have asked is actually the select the midpoints of the side BC. BC യുടെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞു, ഇതിന്റെ മിഡ് പോയിന്റ്. ഓക്കെ, ഇൻട്രസ്റ്റിംഗ് അല്ലേ? അപ്പൊ ശരിക്കും പറഞ്ഞാൽ ബി സിയുടെ മിഡ് പോയിന്റ് നമുക്ക് എങ്ങനെ കിട്ടും ഒന്ന് ആലോചിച്ചേ. നമ്മുടെ കയ്യിലുള്ളത് ഈ മിഡ് പോയിന്റുകളാണ്. പക്ഷെ ബി സിയുടെ മിഡ് പോയിന്റ് കിട്ടണമെങ്കിൽ ഏത് കോർഡിനേറ്റ്സ് ഉണ്ടാവണം? ബിയുടെയും സിയുടെയും. So let's write it as what? x1 y1 and x2 y2 അല്ലേ? Now
നമ്മൾ ഹൗ ഡു വി ഫൈൻഡ് ദ കോർഡിനേറ്റ് x1 y1 ആൻഡ് x2 y2? അപ്പോൾ നമ്മുടെ എയിം ഇപ്പോൾ മാറി. ശരി, ആക്ച്വലി അവർ എയിം ഈസ് ടു ഡിറ്റർമിൻ വാട്ട് ഈസ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ മിഡ് പോയിന്റ് ഓഫ് midpoint of BC. അത് നമ്മൾ എക്സ് വൈ കൊടുക്കുക. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. സം പി, ലെറ്റ് ഇറ്റ് ബി പി. പക്ഷേ ഈ പി കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ ബിയും സിയും ബിയും സിയും കണ്ടുപിടിക്കണം. അപ്പോൾ ബിയും സിയും എങ്ങനെ കിട്ടും? ബിയും സിയും എയും എയുടെയും ബിയുടെയും മിഡ് പോയിന്റ് തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? -1 പ്ലസ് x1/2 എന്ന് പറയുന്നതാണ് ഈ 2 എന്ന് പറയുന്നത്. ശരിയല്ലേ? ശരിയല്ലേ? അപ്പൊ -1 പ്ലസ് x1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 into 2 4. വാട്ട് ഈസ് x1 then? 4 minus -1 അല്ലേ? That is 4 plus 1 5. അടുത്ത -4 പ്ലസ് y1/2 എന്ന് പറയുന്നതാണ് -1. ഹലോ ഹലോ, ആ മൈക്ക് മ്യൂട്ട് ചെയ്തിട്ട് ക്ലാസ് ശ്രദ്ധിക്കാൻ ശ്രമിക്കേ. ആരുടെ മൈക്ക് അത്? -4 plus y1/2 is equal to -1. Then what is -4 plus y1? -2. -4 plus y1 is equal to -2, and y1 is equal to -2 minus -4, which is equal to എന്താ വരാ? -2. -2 plus 2 അല്ലേ? സോറി, +2 അല്ലേ? ശരി. സോ നമുക്ക് ഇവിടെ x1 y1 കിട്ടി. എത്രയാ അത്? 5 2. അതുപോലെ സി എന്ന് പറയുന്നത് എന്താ? Similarly, c is -1 plus x2/2, which is equal to 0. അപ്പോൾ x2 is equal to 1 അല്ലേ? ശരിയല്ലേ? അടുത്ത y2 plus -4 is equal to /2 is equal to -1. That is y2 is equal to എത്ര വരിക? -2 plus 4 അല്ലേ? which is equal to 2. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? 1 2. അപ്പോൾ ഇവിടെ രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ what is xy? x is equal to 5 plus 1/2 അല്ലേ? That is 3. y is equal to 2 plus 2/2 അല്ലേ? That is 2. അപ്പോൾ പറഞ്ഞു. ഓപ്ഷനിൽ അങ്ങനൊന്നും ഇല്ല. ഇല്ലേ? ഇല്ല, അത് എനിക്ക്. പക്ഷേ ഞാൻ അത് ഇത് കിട്ടാതിരുന്നിട്ട് 1 - 4 ഇട്ട് നോക്കിയപ്പോഴാണ് 1 2 കിട്ടിയത്. അതുകൊണ്ട് അത് ഇട്ട് 1 - 4 ഇട്ടോ എക്ക് വരാം. ഓക്കെ ഓക്കെ. ഓ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ കിട്ടുന്നുണ്ട്. ഇത് ഞാൻ അപ്ഡേറ്റ് ചെയ്തേക്കാം. ഇതിന്റെ മാർക്ക് എല്ലാവർക്കും കൊടുക്കാം. ഓക്കെ, അത് ഞാൻ ചെയ്തേക്കാം കേട്ടോ. ഓ, അത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാനിത് ചെയ്ത് നോക്കുന്നത് നിങ്ങളിപ്പോൾ പറയുമ്പോഴാണ്. അപ്പൊ 1 2 ഇട്ടത് ഈ പറഞ്ഞ പോലെ ഇതിന് ഇവിടെ എത്ര കൊടുക്കണമായിരുന്നു? ക്വസ്റ്റ്യൻ -1ന് പകരം 1 കൊടുത്താൽ കറക്റ്റ് 1 2 കിട്ടും. ആണോ? ഓക്കെ, ആ ക്വസ്റ്റ്യൻ ഞാൻ അങ്ങനെ ചേഞ്ച് ചെയ്തേക്കാം. ബട്ട് ഡോണ്ട് വറി, നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യനിൽ -1ന് വരെ 1 കൊടുത്താൽ മതി അല്ലേ? പക്ഷെ ഫുള്ള് കിട്ടിയിട്ടുണ്ടല്ലോ ആർക്കൊക്കെയോ. സർ, ആർക്കൊക്കെയാ ഫുള്ള് കിട്ടിയത്? ലക്ഷ്മി പ്രിയക്ക് ഫുൾ ഉണ്ടല്ലോ, ഹനക്കുണ്ട്, പിന്നെ ആരാ ഒരാളും കൂടെ ഉണ്ടല്ലോ, അനന്തൂനല്ലേ? നിങ്ങൾ എല്ലാവരും ആ ക്വസ്റ്റ്യൻ അങ്ങനെ ചേഞ്ച് ചെയ്തോ? ഹലോ. യെസ് സർ, അവിടെ 1 വന്നാലേ ഇതിൽ ഏതെങ്കിലും ഒരു പോസിബിൾ ആയിട്ടുള്ള ആൻസർ വരത്തുള്ളൂ. ഓക്കെ, അപ്പം 1 ഇട്ട് ചെയ്തു അല്ലേ? ബാക്കിയൊന്നും പോസിബിൾ ആവത്തില്ല. ഓക്കെ, ഗുഡ്. ഓക്കെ, അപ്പൊ 1 വരാണെങ്കിൽ 1 2 ആൻസർ വരുമല്ലോ. സോ ഐ കറക്റ്റഡ് ദാറ്റ്. ഓക്കെ, ഞാൻ അത് എടുത്ത് എഴുതുമ്പോൾ ഓക്കെ, അതവിടെ നീട്ട്.
അപ്പൊ എല്ലാം ബാറ്റിസ്റ്റയ്ക്ക് ഇതാണോ തെറ്റിയേ? ബാറ്റിസ്റ്റ ബാറ്റിസ്റ്റ അല്ല സാർ. പിന്നെ ഏതാ തെറ്റിച്ചേ നീ? സാർ എട്ടാമത്തെ ചോദ്യം. അത് നമ്മളിപ്പോ മനസ്സിലായോ നിനക്ക് എട്ടാമത്തെ എങ്ങനെ തെറ്റിയെന്ന്? മനസ്സിലായി സാർ. വേറെയും കുറെ പേരുണ്ട് 41 വാങ്ങി. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. എറർ വരും നമ്മള് ക്വസ്റ്റ്യൻ ഇടുമ്പോ. നിങ്ങള് ബോർഡ് എക്സാമിന് ഇങ്ങനെ ക്വസ്റ്റ്യനിൽ എറർ ഒന്നും വരത്തില്ല കേട്ടോ, ഡോണ്ട് വറി. ഇപ്പൊ എറർ വരുന്നത് അപ്പൊ സാർ ഇപ്പം സിമിലർ ആയിട്ടുള്ള നമുക്ക് കറക്റ്റ് ഓപ്ഷനിലുള്ള കിട്ടിയില്ലേ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് തരും. പിന്നെ ബോർഡ് എക്സാമിന് പറ്റി ഞാൻ നിനക്ക് അയച്ചു തന്നല്ലോ ലിങ്ക്. നിനക്ക് അപ്പോൾ തന്നെ നീ പറഞ്ഞപ്പോൾ തന്നെ ലിങ്ക് അയച്ചു. ഇത് വേറെ ക്ലാസ്. -1 അല്ല +1 അല്ലേ? അത് അങ്ങനെ പരീക്ഷയ്ക്ക് ബോർഡ് എക്സാമിന് ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കില്ല. കാരണം അങ്ങനെ ചോദിക്കുന്നത് തന്നെ തെറ്റാണ്. കാരണം ഒന്ന്, നിങ്ങളുടെ ടൈം കൺസ്യൂമിങ്, നിങ്ങൾ ഒരുപാട് ടൈം അതിന് വേണ്ടി വേസ്റ്റ് ചെയ്യപ്പെടും. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ഒരു 10 ടൈംസ് എങ്കിലും, ഇതിപ്പോൾ ഞാൻ ചെയ്തൊന്നും നോക്കിയിട്ടല്ലല്ലോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരുന്നത്. ഞാൻ അവിടെ എവിടെയും കിടക്കുന്ന ക്വസ്റ്റ്യൻ എടുത്ത് കോപ്പി ചെയ്തിടുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ആൻസർ ഞാൻ വെരിഫൈ ചെയ്തിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനത്തെ തെറ്റ് വരത്തില്ല. മനസ്സിലായില്ലേ? ഡോണ്ട് വറി, പരീക്ഷയ്ക്ക് അങ്ങനെ വരത്തില്ല കേട്ടോ. അടുത്ത വേറെ ഏതാ ക്വസ്റ്റ്യൻ? വേറെ ഏതാ ക്വസ്റ്റ്യൻ? പക്ഷെ ഇത് വെറുതെ കോപ്പി ചെയ്ത് ഇടല്ല. ഞാൻ ഓരോ ടൈപ്പ് നോക്കിയിട്ട് ഹലോ ഓരോ ഡിഫറെന്റ് ടൈപ്സും വളരെ ഒരു 10-300 ക്വസ്റ്റ്യൻസിനകത്തു നിന്നായിരിക്കും. കാരണം അത്രയ്ക്ക് ക്വസ്റ്റ്യൻസ് ഒരേ ടൈപ്പിൽ തന്നെ ഒരു 10 ക്വസ്റ്റ്യനൊക്കെ 15 ക്വസ്റ്റ്യനൊക്കെ കാണും. അപ്പം നമ്മൾ അതിനകത്തുനിന്ന് ഒരു ടൈപ്പ് ചൂസ് ചെയ്തിടുന്നു എന്നുള്ളതാണ്. എനിക്ക് സ്ട്രെയിൻ ഉണ്ട്, നിങ്ങൾ എന്നെ സ്ട്രെയിൻ ഇല്ലാതെന്ന് വിചാരിക്കരുത്. ഓക്കെ, വേറെ ഏതാ ക്വസ്റ്റ്യൻ? 18th question. 18th ഓക്കെ. ക്വസ്റ്റ്യൻ. AOBC is a rectangle whose 3 vertices are. ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു ഫിഗറും കൂടെ തന്നാൽ കുറച്ചും കൂടെ എളുപ്പമായിരുന്നു. ഇവിടെ ഫിഗർ തന്നില്ല. ബട്ട് AOBC is a rectangle എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഡ്രോ ദ റെക്ടാങ്കിൾ ഫസ്റ്റ്. സോ നമ്മുടെ റെക്ടാങ്കിൾ നമ്മുടെ കയ്യിലായി. എൻ്റെ പേരെന്താ പറഞ്ഞേക്കുന്നത്? AOB and C. And coordinates of A 03 അല്ലേ? O 00, B 50, and then the third one C is not given. നമുക്കറിയില്ല XY. Let it be. The length of its diagonal എന്നാ ചോദിച്ചേക്കുന്നത്. So length of the diagonal എന്ന് പറഞ്ഞാൽ there is two possibility. Either you go for finding the length of the diagonal using the coordinates of O and C, or otherwise using the coordinates A and B. Which one you will choose? അതാണ് അവിടുത്തെ പ്രധാന പ്രത്യേകത. ഏതാണ്? AB ചൂസ് ചെയ്യും. എന്തുകൊണ്ടാ? ഇതൊരു റെക്ടാങ്കിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, ഇവിടെ റെക്ടാങ്കിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ യു നോ ദ പ്രോപ്പർട്ടി ഓഫ് പാരലഗ്രാം. എന്താണ്? പാരലോഗ്രത്തിന്റെ ഒരു സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക് ഉള്ളതാണ് റെക്ടാങ്കിൾ എന്ന് പറയുന്നത്. എന്താണ്? ഇറ്റ്സ് നോട്ട് ഓൺലി എ പാരലോഗ്രാം ആൻഡ് ഇറ്റ്സ് ഡയഗണൽസ് ആർ ആൾസോ ഈക്വൽ. അപ്പോൾ അതുകൊണ്ട് ഡയഗണൽസ് ഈക്വൽ ആയതുകൊണ്ട് തന്നെ യു ഹാവ് 2 ഓപ്ഷൻസ്. എയ്തർ യു ക്യാൻ ഫൈൻഡ് OC ഓർ AB. ബോത്ത് ദീസ് വാല്യൂസ് ആർ സെയിം ഓൺലി. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ OC നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം എന്താ? ദ കോർഡിനേറ്റ്സ് ഓഫ് C ഈസ് അൺനോൺ. അപ്പോൾ നമ്മൾ ഏതിലേക്ക് പോകും? ABയിലേക്ക് പോകും. കാരണം the coordinates of A are given here. അപ്പോൾ 03 and 50. So let's find the distance. Distance formula യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറ്റുമല്ലേ? I think the answer is എത്ര കിട്ടുന്നത്? √5² + 3².
34 അല്ലേ? റൂട്ട് 34 എന്ന ആൻസർ വരും. Yes, sir. മനസ്സിലായോ? ഇത് ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അവിടെ ആരാ ചോദിച്ചത്? Yes, sir. ആ, വേറെ ഏതാ ക്വസ്റ്റ്യൻ ഇതുപോലെ? Sir, 16th ക്വസ്റ്റ്യനോ? ഓക്കെ, ഇതല്ലേ 16th? ആ, x minus 2y plus k is equal to 0 is a median to the triangle whose vertices are at points a -1 3, b 0 4 and c 5 2. Then the value of k. Wow, കൊള്ളാലോ. ഒരു ട്രയാങ്കിൾ എ ബി സി നമ്മളെ കയ്യിലുണ്ട് അല്ലേ? എ ബി സി തന്നിട്ടുണ്ട്. എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? അതിന്റെ കോർഡിനേറ്റ്സും തന്നിട്ടുണ്ട്. കോർഡിനേറ്റ്സ് ഓഫ് എ ബി സി ഈസ് ഗിവൺ -1 3 0 4 and c is -5 2. And median means it is actually passing through the midpoint of one of the side and passing through a vertex. അപ്പോൾ വെർട്ടെക്സിൽ നിന്നും അതിൻ്റെ മിഡ് പോയിന്റ് ഓഫ് ദ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്നതാണ്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം, it is not mentioned that this particular median is passing through which point, which vertex, ഏത് വെർട്ടെക്സിലൂടെയാണ് ഈ മീഡിയൻ പാസ് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് അവിടെ ആലോചിക്കപ്പെടേണ്ടതാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമുക്ക് എപ്പോഴാണ് ഈ വാല്യൂ ഓഫ് കെ കണ്ടുപിടിക്കാൻ പറ്റുക? നമ്മൾ ആ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ അതാണ് നമ്മൾ ആദ്യം ആലോചിക്കുന്നത്. x minus 2y plus k equal to 0യിൽ to get the value of k, what is required? എന്താണ് കിട്ടേണ്ടത്? X and Y. യെസ്, അതായത് you should know one of the solution of this line so that you can substitute the value of x and y in this equation to get the value of k, അല്ലേ? അപ്പോൾ കെയുടെ വില കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് എക്സിൻ്റെയും വൈയുടെയും വില കിട്ടണം, അല്ലെങ്കിൽ അത് സൊല്യൂഷൻ തന്നിരിക്കണം. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ ഏതിൻ്റെ മീഡിയൻ ആണെന്ന് തന്നിട്ടില്ല. ഏതിൻ്റെ മീഡിയൻ എന്ന് പറഞ്ഞാൽ ഏത് വെർട്ടെക്സിലൂടെ പാസ് ചെയ്യുന്ന മീഡിയൻ ആണെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി സിമ്പിൾ. കാര്യം എന്താ, ഇപ്പോൾ എയിലൂടെ പാസ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് പോയിന്റ് ഈസ് ആക്ച്വലി എ സൊല്യൂഷൻ ടു ദിസ് ലൈൻ, അല്ലേ? ശരിയല്ലേ? ഇപ്പോൾ എയിലൂടെ പാസ് ചെയ്യുന്ന മീഡിയൻ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ദിസ് പർട്ടിക്കുലർ ലൈൻ ഈസ് പാസിംഗ് ത്രൂ എ. So this point a -1 3 is a solution to this equation x minus 2y plus k is equal to 0. Just substitute the value of x and y as -1 and 3 to get the value of k. പക്ഷേ ഇവിടെ അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. എന്താ കാര്യം? ഏതിലൂടെ പാസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടില്ല. കണ്ടോ, വളരെ ട്രിക്കി ആയിട്ട് അവർ ചോദിച്ചിട്ടുണ്ട്. ഏതിലൂടെ പാസ് ചെയ്യുന്നു എന്നുള്ളത് പറഞ്ഞിട്ടില്ല. ബട്ട് ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് ഇറ്റ് ഇസ് എ മീഡിയൻ. അപ്പം മീഡിയൻ ആണെന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ അതിനകത്തുള്ള പോയിന്റിനെ കുറിച്ച് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക? ഒരു മീഡിയനിലുള്ള വേറെ ഏത് പോയിന്റിനെ കുറിച്ച് നമുക്ക് പറയാം? നമ്മൾ ചെയ്തിട്ടുണ്ട്. മീഡിയനിൽ നിന്ന് ഒരു പോയിന്റ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഏതാ പോയിന്റിന്റെ പേര്? സെൻട്രോയിഡ്. എന്താണ് സെൻട്രോയിഡിന്റെ പ്രത്യേകത? ദ സെൻട്രോയിഡ് ഡിവൈഡ്സ് ദ മീഡിയൻ ഇൻടു 2 പാർട്സ് ഇൻ ദ റേഷ്യോ 2:1, അല്ലേ? വെർട്ടെക്സിൽ നിന്ന് 2:1 റേഷ്യോയിലാണ് സെൻട്രോയിഡ് മീഡിയനെ ഡിവൈഡ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം. അതിൻ്റെ അർത്ഥം ദ സെൻട്രോയിഡ് ഈസ് എ പോയിന്റ് ഓൺ വാട്ട് ഈച്ച് ആൻഡ് എവരി മീഡിയൻ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ട്രയാങ്കിൾ. ഇനി നിങ്ങൾ ആ ട്രയാങ്കിൾ എടുത്തോ. ഹൗ മെനി മീഡിയൻസ് ക്യാൻ ബി ഡ്രോൺ? എത്ര മീഡിയനാ വരയ്ക്കാൻ പറ്റുക? 3. All the 3 median contain this point. Which point? The centroid, because this is the point of intersection of that median, the point of concurrency, അല്ലേ? ആ 3 പോയിന്റും 3 ലൈനും ഇന്റർസെക്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റ് ആണ് ഈ സെൻട്രോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സെൻട്രോയിഡ് എന്ന് പറയുന്നത് ഈ മീഡിയന്റെ ഒരു പോയിന്റ് ആണ്. അപ്പോൾ ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയേ, എനി ഐഡിയ? നമ്മളെ ആവശ്യം എന്തായിരുന്നു? ടു ഗെറ്റ് എനി പോയിന്റ് ഓൺ ദിസ് ലൈൻ. ഈ ലൈനിൽ ഏതെങ്കിലും ഒരു പോയിന്റ് കിട്ടുക എന്നുള്ളതായിരുന്നു നമ്മുടെ ആവശ്യം. ആ ആവശ്യം സാറ്റിസ്ഫൈ ആയിട്ടുണ്ടോ ഇപ്പോൾ? 3 പോയിന്റിന്റെയും ഇത് ഉപയോഗിച്ചിട്ട് സെൻട്രോയിഡിന്റെ കോർഡിനേറ്റ് കണ്ടുപിടിച്ചാൽ പറ്റത്തില്ലേ? പറ്റും. ഞാൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് സെൻട്രോയിഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഡിറൈവ് ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു അത്? വാട്ട് ഈസ് ദാറ്റ് സെൻട്രോയിഡ് ഓഫ് എ ട്രയാങ്കിൾ?
x1 plus x2 plus x3 divided by യെസ് 3. അതാണ് x1 പ്ലസ് x2 പ്ലസ് x3 by 3 ആൻഡ് y1 പ്ലസ് y1 2 plus പ്ലസ് y2 പ്ലസ് plus y3 by y3 divided 3. അപ്പോൾ ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വി ഗെറ്റ് വാട്ട് ഈസ് ദ സെൻട്രോയിഡ് ഓഫ് എ ട്രയാങ്കിൾ. സോ ഇവിടെ സെൻട്രോയിഡ് എങ്ങനെ കിട്ടും? -1 പറഞ്ഞേ. -1 plus 0 minus 5 പ്ലസ് by -5 ഡിവൈഡഡ് ബൈ 3. ദെൻ ഇവിടെ ആണെങ്കിലോ 3 പ്ലസ് 4 പ്ലസ് 2 by 3. ദാറ്റ് ഈസ് -6 by 3 അല്ലേ? അപ്പോൾ എന്ത് വരും? -2. ഇവിടെ ആണെങ്കിലോ 9 by 3 3. അപ്പം -2 എന്നുള്ളതാണ് നമ്മുടെ സെൻട്രോയിഡ്. അപ്പോൾ ഉറപ്പാണ് ഈ x - 2y + k എന്ന് പറയുന്ന ലൈൻ ഉറപ്പായും ഏതിലൂടെ പാസ് ചെയ്യും? സെൻട്രോയിഡിലൂടെ സെൻട്രോയിഡിലൂടെ പാസ് ചെയ്യും. centroid. This is the point which divides this line segment into ratio 2:1. അപ്പോൾ ഇതെന്തായിരുന്നാലും ഇത് പാസ് ചെയ്യുന്നു 100%. x - 2y + k = 0. You substitute it. -2 - 2 × 3 + k = 0. അപ്പോൾ എന്ത് വരും? -2 -6 + k = 0. -8 + k = 0. k is അല്ലേ? സോ ദ ആൻസർ ഈസ് 8. ശരിയല്ലേ? ശരിയല്ലേ? Yes, sir. ഓക്കെ. ഇനി ഏതാ ക്വസ്റ്റ്യൻ വേറെ? ബിനി ഏതാ വേറെ ക്വസ്റ്റ്യൻ? Sir, 27. 27. What is the ratio? What is the ratio in which the line 2x + 3y - 5 is equal to 0 divides the line segment joining the points -8 -8 -1 -9 and 2 1 അല്ലേ? അതായത് നമ്മുടെ കയ്യിലൊരു ലൈനുണ്ട്. ലെറ്റ് ഇറ്റ് ബി എ ബി. നമ്മുടെ കയ്യിലുള്ള ലൈനാണ് എ ബി. ഈ എ ബി എന്ന് പറയുന്ന ഈ ലൈനിൻ്റെ എൻ പോയിന്റ്സ് വേർ ഗിവൺ. എന്താ അത്? എ ബിയുടെ എൻ പോയിന്റ് 8 -9 ആൻഡ് ബിയുടെ എൻ പോയിന്റ്സ് എന്താ? 2 1. This line was divided by another line. The name of the line is given here. What is that? 2x + 3y - 5. ഈ 2x + 3y - 5 എന്ന് പറയുന്നത് നമുക്കൊരു ലൈനാണെന്ന് അറിയാം അല്ലേ? ഈ ലൈൻ ആരെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്? ഈ എ ബിയെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ലൈനിൻ്റെ പേരാണ് 2x + 3y - 5 = 0. So we know this is a linear equation. So obviously this particular equation represents a linear or a straight line, and that particular line divides this line segment AB in a ratio. We don't know exactly at what ratio this line was divided. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ. അപ്പോൾ ഈ റേഷ്യോ നമുക്ക് അറിയത്തില്ല. അപ്പോൾ നമ്മൾ അറിഞ്ഞുകൂടാത്ത റേഷ്യോ സാധാരണഗതിയിൽ എഴുതുന്നത് m1/m2 എന്നാണ് അല്ലേ? m1:m2 എന്നാണല്ലേ? ഞാൻ അതിന് പകരം സം a:1 റേഷ്യോയിൽ എടുക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ λ:1 റേഷ്യോയിൽ എടുക്കാൻ പറഞ്ഞു. ആണോ? ഓർമ്മയുണ്ടോ? എന്തുകൊണ്ടാണ് നമ്മൾ a:1 അല്ലെങ്കിൽ λ:1 എന്നുള്ള റേഷ്യോയിൽ എടുക്കേണ്ടി വരുന്നത്? ഇഫ് യു ആർ λ = m1/m2 എന്ന് കിട്ടാം. അപ്പം അത് മാത്രമല്ല, ഇഫ് യു ആർ ടേക്കിംഗ് ദിസ് ആസ് m1:m2 ആക്ച്വലി യു വിൽ ഗെറ്റ് 2 വേരിയബിൾസ് ഹിയർ അല്ലേ? 2 വേരിയബിൾ ഇവിടെ കിട്ടും. അപ്പോൾ നമുക്ക് 2 വേരിയബിൾ കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്കറിയാം നമ്മൾ ലീനിയർ ഇക്വേഷൻ 2 വേരിയബിളിൽ കണ്ടെത്തി. 2 വേരിയബിൾ ഉണ്ടെങ്കിൽ യു റിക്വയർ 2 കണ്ടീഷൻ ടു സോൾവ് ദാറ്റ് ഇക്വേഷൻ. അപ്പോൾ ഇവിടെ 2 കണ്ടീഷൻ പിന്നെ അന്വേഷിച്ച് നടക്കേണ്ടി വരും. സോ വെൻ യു ഹാവ് ഓൺലി one വേരിയബിൾ, ഇറ്റ്സ് വെരി സിമ്പിൾ ഫോർ us to determine the values of the variable. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ ഇൻസ്റ്റെഡ് ഓഫ് m1:m2 we choose it as what? λ:1, where the lambda may be what of the form m1/m2. അത് നമ്മൾ അസംഷൻ ആണ്. അങ്ങനെ കടന്നു കഴിഞ്ഞാലും കുഴപ്പമില്ല. കാരണം എന്താ? m1/m2 is to 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താ? m1/m2
divided by 1. What is that? It is m1 by m2 only. So you get it as what? m1 by m2. Some m1 by m2 ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആ രണ്ട് കോൺസ്റ്റന്റിനെയും കൂടെ ഒരു വേരിയബിളിനകത്തേക്ക് അസിമുലേറ്റ് ചെയ്തു. അത്രേ ഉള്ളൂ. ഇനി ഒന്ന് നോക്കിയേ. ലാംഡ ഈസ് ടു 1 എന്നെടുത്തു. ലാംഡ ഈസ് ടു 1. നൗ നമുക്കറിയാം, ഇവിടെ നമ്മൾ സാധാരണഗതിയിൽ അവർ ഈ റേഷ്യോ കണ്ടുപിടിക്കുന്നതല്ല ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. പക്ഷെ നമ്മൾ വെൻ ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ്സ് ആർ ഗിവൺ, നമ്മൾ ഇതൊന്നും അല്ല യൂസ് ചെയ്യുന്നത്. x മൈനസ് x1 ബൈ x2 മൈനസ് x യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ കോർഡിനേറ്റ്സ് അല്ല തന്നിരിക്കുന്നത്, ഇക്വേഷൻ ഓഫ് ദ ലൈനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ എയിം എന്ന് പറയുന്നത് ഈ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുക. ഈ എക്സ് വൈ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? വി നോ ദ സെക്ഷൻ ഫോർമുല. x is equal to m1 x2 plus m2 x1 by m1 plus m2. What is y? m1 y2 plus m2 y1 divided by m1 plus m2. അല്ലേ? So this is the formula we use to determine what? The coordinates of the point. അല്ലേ? By which this particular line segment is divided in the ratio lambda is to 1. അപ്പോൾ ആ lambda is to 1 റേഷ്യോയിൽ ഈ ലൈനിനെ ഡിവൈഡ് ചെയ്ത ആ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ സെക്ഷൻ ഫോർമുല യൂസ് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് റിക്വയർഡ് ഹിയർ ഈസ് x1 x2 m1 m2 and all, and m1 is here lambda and m2 is 1. So now tell me what is m1 x2? Lambda into tell me 2, yes, plus 1 into negative 9 divided by lambda plus 1. അടുത്ത ഇവിടെ y ആണെങ്കിലോ m1 എന്ന് പറയുന്നത് again lambda into 1 plus I'm sorry 1 into 8 ആണ് അല്ലേ? Yes, sir. 1 into negative 9 divided by lambda plus 1. ശരിയല്ലേ? So it is equal to 2 lambda plus 8 divided by lambda plus 1, and y is equal to lambda plus negative 9, lambda minus 9 by lambda plus 1. Lambda minus 9 by lambda plus 1. So we have x and y in this. So what is this x and y? This is a solution to the line x 2x plus 3y minus 5 is equal to 0. So when you substitute the value of x and y in this equation should satisfy that. Yes or no? Yes or no? Yes, sir. Yes, sir. So when you substitute, it become 2 into x. X is 2 lambda plus 8 by lambda plus 1 plus 3 into lambda minus 9 divided by lambda plus 1, which is equal to minus 5 is equal to 0. So ഈ lambda plus 1 എന്ന് പറയുന്നത് നമുക്കൊരു കാര്യം ചെയ്യാം. Can take it as what? An LCM. So what it become? 2 into 2 lambda plus 8 plus 3 into lambda minus 9 minus 5 into lambda plus 1. Because the denominator of 5 is 1. But the whole divided by lambda plus 1 you can give, which is equal to 0. Correct? That is 2 into 2 lambda. That is 4 lambda plus 16 plus 3 lambda minus 27 minus 5 lambda minus 5 equal to 0. 4 lambda plus 3 lambda, 7 lambda. 7 lambda minus 5 lambda. 2 lambda plus 16 minus 27 എത്ര വരും? നെഗറ്റീവ് 11 അല്ലേ? 16 minus 27 is negative 11 minus negative 5 എത്ര വരും? Negative 16, which is equal to 0. Or you can say that 2 lambda is equal to 16. Lambda is equal to 16 by 2, which is equal to 8. So lambda is equal to 8 mean it is in the ratio what? Lambda is to 1 എന്ന് പറഞ്ഞാൽ 8:1 റേഷ്യോയിലായിരിക്കും. ക്ലിയർ? Yes, sir. Yes, sir. ഓക്കെ. പിന്നെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ?
ഉണ്ടോ? പറയട്ടെ, വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യണോ? ഇതൊക്കെ ചെയ്തായിരുന്നോ? ഒന്നും പ്രശ്നമില്ലല്ലോ അല്ലേ? ഇല്ല, കുഴപ്പമില്ലായിരുന്നു. വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? കിടന്ന് പറഞ്ഞോ. The എത്ര? 40 second. 40 സെക്കൻഡ്. 42. 42 Centroid of a triangle is formed by the points AB, BC and CA. At origin, okay, ഒരു മിനിറ്റ്. The centroid of a triangle formed by these points AB, BC and CA is at origin. Then A plus B plus C equal to 0. Yeah. ഇത് സെൻട്രോയിഡ് ഓഫ് എ ട്രയാങ്കിൾ നമ്മളിവിടെ കണ്ടുപിടിക്കുന്നു എന്ന് വെച്ചോ. ഒരു ട്രയാങ്കിൾ വരച്ചു. സോറി, ഒരു ട്രയാങ്കിൾ നമ്മളിങ്ങനെ വരച്ചു. ഈ ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡ് നമ്മൾ കണ്ടുപിടിച്ചു. അതായത് എ ബി ബി സി ഓക്കെ ആൻഡ് സി എ എന്ന് പറയുന്നതാണ് അതിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് തന്നിട്ടുണ്ട്. The centroid of the triangle we found at what origin 0 0 ആയിട്ട് കിട്ടും. ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്നത് 0 ആയിരിക്കണമെന്ന് പറയുന്നത്. അത് നമുക്ക് ആദ്യം ഇത് ട്രൂ ആണോ എന്ന് നോക്കണ്ടേ. ഇപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി 0 ആണെങ്കിൽ മാത്രമേ ഇതിൻ്റെ സെൻട്രോയിഡ് നമുക്ക് ഏത് കിട്ടുള്ളൂ, ഒറിജിൻ കിട്ടുകയുള്ളൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. വാട്ട് ഈസ് ദ സെൻട്രോയിഡ് ഓഫ് ദിസ് ട്രയാങ്കിൾ? പറഞ്ഞേ. എ പ്ലസ് ബി പ്ലസ് സി ബൈ 3 അല്ലേ? A plus B plus C by 3, comma, then B plus C plus A by 3. ശരിയല്ലേ? B plus C plus A by 3. So this is what the centroid of this given triangle. ഈ ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. And this is equal to 0 0 only when what? A plus B plus C by 3 equal to 0 and A plus B plus C by 3 equal to 0. That is X and Y must be equal to 0. So this particular value becomes 0 only when A plus B plus C equal to 0. ശരിയല്ലേ? അപ്പോൾ അത് ട്രൂ ആണ്. എ പ്ലസ് ബി പ്ലസ് സി 0 ആയാൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? ദി സെൻട്രോയിഡ് ഓഫ് ദിസ് ട്രയാങ്കിൾ ഈസ് 0 0 എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ശരിയല്ലേ? ശരിയല്ലേടെ? അപ്പോൾ ഇത് ട്രൂ ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ. ഇനി നമ്മളെ സെൻട്രോയിഡ് ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ദി സം ഓഫ് ദി x coordinates of the triangle by 3 and sum of the y coordinates of the triangle by 3 ആണ്. സോ അതാണ് നമ്മൾ ഉപയോഗിക്കുന്ന സെൻട്രോയിഡ് കണ്ടുപിടിക്കാൻ. സിൻസ് വി യൂസ്ഡ് ദാറ്റ് ടു ഡിറ്റർമിൻ ദ സെൻട്രോയിഡ്, ദാറ്റ് ഈസ് ദ റീസൺ വൈ ഇത് സംഭവിക്കുന്നത് അല്ലേ? അത് നമ്മൾ ഉപയോഗിച്ചതുകൊണ്ടാണല്ലോ നമുക്ക് ഇത് കിട്ടിയത്. ആൻഡ് ദിസ് ഈസ് ട്രൂ ആൻഡ് ആൾസോ ദ റീസൺ ഓഫ് വാട്ട് ദ ഫസ്റ്റ് വൺ. ശരിയല്ലേ? ശരിയല്ലേടാ? യെസ് ഓർ നോ? Yes, sir. സോ ദാറ്റ് ഈസ് വാട്ട് അസർഷൻ റീസണിൽ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അത് ഞാൻ എൻ്റെ ഇതിലെടുക്കും. ഇതിൽ ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാലേ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഓപ്ഷൻ